ത്വാത്വികമായ ഒരു മിനിസോ അവലോകനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈഫ് ഈസ് ഫോർ ഫൺ അത്രേ. നോക്കാം, ഫണ്ണാണോ സെഡാണോ നമുക്ക് നോക്കാം. ക്യൂട്ടല്ലേ, പക്ഷേ 250 റുപ്പീസ്. അടുത്തായി ഞങ്ങൾ പോയത് കുപ്പിയുടെ സെഷനിലോട്ടാണ്. എന്തോരം കുപ്പികളാ, നല്ല ക്യൂട്ടായിട്ടുള്ള കുപ്പി, പക്ഷേ റേറ്റ് ഒട്ടും ക്യൂട്ടല്ല. ശേഷം എന്തിനാന്ന് പോലും അറിയാത്ത കുറേ ഇതുപോലത്തെ ഞം സാധനങ്ങൾ. നല്ല ക്യൂട്ടാണല്ലേ, പക്ഷെ എന്തിനാ. അടുത്തത് ഹലോ കിറ്റിയുടെ പെൻസിൽ, റബ്ബർ, അങ്ങനെ എന്തൊക്കെയുള്ളൊരു സെറ്റാണ്. 170 റുപ്പീസ് കണ്ടതോടെ തന്നെ ഞാനതവിടെ ഭദ്രമായി എടുത്ത് വെച്ചു. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. വേണോ വേണ്ടയോ, ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന കുറേ സാധനങ്ങൾ. പക്ഷേ റേറ്റ് കണ്ടാൽ നമ്മുടെ കൺഫ്യൂഷനൊക്കെ മാറിക്കോളും. നമുക്ക് പിന്നെ ഒറ്റ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എത്രയും പെട്ടെന്നെല്ലാം കണ്ടു തീർത്ത് ഇറങ്ങാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇതൊക്കെ നമുക്ക് യൂട്യൂബ് നോക്കി ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഓഫീസിൽ ഇതുപോലത്തെ സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്തേനെ. എക്സാമിനൊക്കെ പോകുമ്പോൾ എടുക്കുന്ന സാധനമല്ലേ ഇത്. ക്യൂട്ടാണ്, പക്ഷേ നിരവധി ബാഗുകളുടെ കമനീയമായ ഒരു കളക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്യൂട്ടാണ്, പക്ഷേ ഇവരിപ്പോൾ മേക്കപ്പ് ഇറക്കാൻ തുടങ്ങിയ ബ്ലഷ്, ഹൈലൈറ്റർ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളാം. എൻ്റെ പോലത്തെ നഗം. അപ്പോഴാണ് ഞാൻ കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ടത്. എന്താ രസം. ഹൈ. കുറേ കാറുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയില്ല. ഓണത്തിന് പണ്ട് പൂ പറിക്കാൻ പോകുമ്പോൾ ഓല വെച്ച് ഞാൻ ഇതുപോലെ കൊട്ട ഉണ്ടാക്കാറുണ്ടായിരുന്നു. നൊക്ലാച്ചിയ. നല്ല സൂപ്പർ സൺഗ്ലാസസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ ഡിസൈനൊക്കെ കൊള്ളാം, വെറൈറ്റി ആയിരുന്നു. എനിക്കിതാണ് ഇഷ്ടമായത്. എൻ്റെ ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യുന്ന ഇതാണെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലേ, നിങ്ങളോട് നിങ്ങളുടെ തള്ളവൈബായി എന്ന് പറയുന്ന കൂട്ടുകാരത്തി ഉണ്ടെങ്കിൽ ഇവിടെ കൂട്ടി വരിക. നമ്മളുടെ കുട്ടിത്തം അങ്ങ് സട കുടഞ്ഞെണീക്കുന്ന കാഴ്ച നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അങ്ങനെ എണീച്ച് വന്ന എൻ്റെ കുട്ടിത്തത്തെ ഞാൻ തന്നെ അവിടുന്ന് അടിച്ചങ്ങ് അമർത്തി. മൾട്ടിപർപ്പസ് ആയിട്ടുള്ളൊരു ബാഗാണ് എടുത്തത്. 550 രൂപ മാത്രമേ ഉള്ളൂ. ആ കെട്ട് 2 ഊരി കഴിഞ്ഞ് നമുക്കത് കയ്യിൽ പിടിക്കാം. ഇനി കെട്ടിയിട്ടാൽ നമുക്കത് കയ്യിലിടാം. ഈ ഒരു ബാഗ് കണ്ടിട്ടേ എൻ്റെ കയ്യിൽ പോലും കയറുന്നില്ലത്. അയ്യോ, എനിക്കിപ്പോഴാണ് മനസ്സിലായത് കുഞ്ഞി പിള്ളേർക്ക് ഇട്ട് എടുക്കാനുള്ളതായിരിക്കും അല്ലേ, ചെറിയ കയ്യിൽ. ഈ മുതുക്കിയൊക്കെ വന്ന് ഇടുന്ന ഇവരുണ്ടോ വിചാരിക്കുന്നു. പിന്നെ ഈ കമ്മലും മാലയും ഇതൊക്കെ കിഡ്സിനായിരിക്കും തോന്നുന്നു, കൂടുതൽ കിഡ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഉണ്ടാക്കിയത്, അറിയില്ല. ഇതെന്താണെന്നറിയോ, നമ്മൾ നെയിൽ പോളിഷ് ഇടുമ്പോൾ കൈ കുത്തി വെക്കാനുള്ള സാധനം. പിന്നെ കണ്ടത് ട്രിമ്മറും ഫേസ് മസാജറും ഫേസ് റോളർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. എനിക്കൊരു കുട്ടി ഫാൻ വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്കാന്ന് പറഞ്ഞു. ചങ്ങാതി നന്നല്ലാത്തതുകൊണ്ട് ഒരു കണ്ണാടി വാങ്ങാൻ പോയി. അങ്ങനെ ഈ കണ്ണാടി സെലക്ട് ചെയ്തു. കൂടിയുള്ള ചങ്ങാതിനെ പറ്റി അല്ലാട്ടോ പറഞ്ഞേ. ഇനിയിപ്പോൾ അവൾ വീഡിയോ എടുത്ത് തരില്ലേ എന്തോ. ഇതിന് 100 രൂപ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷെ ബില്ല് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് കണ്ടത്. ഭയങ്കര അടുത്താണ് പോയി. അങ്ങനെ ആ കണ്ണീര് തുടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു.